ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. ഇന്ന് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഇതുപോലെ തലേന്ന് അരച്ച് വെച്ച മാവുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല സുഖമാണ് രാവിലെ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഇതുപോലെ അരച്ച് വെക്കുമ്പോൾ 2 ദിവസത്തിനൊക്കെ അരച്ച് വെക്കും. ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ ദോശ, തട്ട് ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല സുഖമാണ്. അങ്ങനെ 2 or 3 ദിവസത്തിനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കുള്ളവർക്കൊക്കെ സുഖമാണ് ഇതുപോലെ കടികളൊക്കെ ഉണ്ടാക്കാൻ. ഊത്തപ്പം, ഇഡ്ഡലി, ഇതുപോലെ ദോശ, തട്ട് ദോശ ഒക്കെ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിക്ക് നോർമലായിട്ടുള്ള തേങ്ങാ ചട്നിയാണ് കേട്ടോ, ഉണക്കമുളക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും അല്ലാത്ത കാരണം റെസിപ്പി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് ആവോലി തേങ്ങ അരച്ചിട്ടുള്ള കറിയും അതുപോലെ കൈപ്പക്ക ഉപ്പേരിയും പിന്നെ ആവോലി ഫ്രൈയും ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നല്ല വൃത്തിയിൽ ഇരുന്നോളും. ഇതുപോലെ നമ്മൾ പാത്രങ്ങളിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒതുക്കത്തിൽ കൗണ്ടർ ടോപ്പിൽ ഇരുന്നോളും. മറ്റേത് ആകെ വലിയ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് വലുതാവുമല്ലോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. മക്കൾക്ക് ബന്നിരിക്കണുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബന്ന് ഇതുപോലെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് പാലൊഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കണത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബന്ന് 2 പുറം ടോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബന്നിൻ്റെ മുകളിൽ. ഇനി ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് എത്രയാണോ നമുക്ക് പാൽ വേണ്ടതിന് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ ആ പാലിനൊരു മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പാൽ ഒക്കെ ആ ഒരു ബന്നിൻ്റെ ഉള്ളിലേക്ക് ആവണം കേട്ടോ. അപ്പോൾ ഇതാ ഇത് റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ കേൾക്കാൻ. പിന്നെ ഒന്നും കൂടി ഒരു ജ്യൂസി ടൈപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ ആ ഒരു നടുഭാഗം ഒന്ന് മുറിച്ചിട്ട് പാലൊഴിച്ചെടുത്താൽ മതി. അപ്പം നല്ല അങ്ങനെ ജ്യൂസി ആയിട്ട് കിട്ടും. ഇതാവുമ്പോൾ നമുക്കിങ്ങനെ കടിച്ച് തിന്നുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ കിട്ടുക.
എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ബെന്നും പാൽ ചായയും കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.